ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐബ്രോ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ നോർമൽ ഐബ്രോ ആണ് ഈ കാണുന്നത്. ഞാൻ ഡിഫൈൻ ചെയ്ത ഐബ്രോ ആണിത്. അപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ഡിഫൈനർ വെച്ചാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഐബ്രോയിന് നമ്മൾ എങ്ങനെ ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളുടെ കയ്യിലുള്ളൊരു ബ്രഷ് എടുക്കുക. ഇതുപോലത്തെ ചെരിഞ്ഞ് ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷാണ് എടുക്കേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ള ഡിഫൈനർ, അതായത് നമ്മൾ പൊടിയാണ് എടുക്കുന്നത് ഡിഫൈനറിൻ്റെ കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ഒന്ന് തട്ടിക്കൊടുക്കാം. ഓക്കെ, ഫസ്റ്റിൽ തന്നെ വരയ്ക്കേണ്ട ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ മോൾ ഭാഗത്ത് കോർണറിലായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കോർണറിൽ നിന്ന് നിങ്ങൾ താഴേക്ക് ഒരു ഷേപ്പ് കൊടുക്കാം. ഇവിടെ നമ്മൾ ബാലൻസ് വരുന്നത് നമ്മൾ തുടച്ച് കളയാം. ഓക്കെ, അല്ല സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക, കോർണറിൽ നിന്ന് അടിയിലേക്ക് വരയ്ക്കുക, ഫില്ല് ചെയ്യാം. ഇനി അതിന് ശേഷം ഇവിടെ അടിഭാഗത്ത് നമ്മൾ വരച്ച് കൊടുക്കണം കേട്ടോ. അതിന് ലൈറ്റായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോഴും ഈ ഫ്രണ്ടിലേക്ക് വരരുത്, ഈ കോർണറിൽ തന്നെ ആയിരിക്കണം എപ്പോഴും നമ്മൾ ഐബ്രോ ഡിഫൈൻ ചെയ്യേണ്ടത്. ഇനി നമ്മളിവിടെ അടിയിൽ വരച്ചു കൊടുക്കുകയാണ്. ഇവിടെ ബാക്കി വരുന്നത് നമ്മളിതിന് ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഈ ബ്രഷുമ്പോൾ തന്നെ ബാക്കി ഉണ്ടാവും. ആ ബാക്കി വരുന്നത് വെച്ചിട്ട് ലാസ്റ്റ് ഇവിടെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ മേലേക്ക് സ്മജ് ചെയ്യാം. എനിക്ക് മൊബൈൽ നോക്കി ചെയ്യുമ്പോൾ ഒരു തപ്പിപ്പിടുത്തുണ്ട്. ഓക്കെ, സെറ്റായില്ലേ? അപ്പം നമ്മൾ ഐബ്രോ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. വേറെ ഐബ്രോ ആയില്ലേ, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. എനിക്ക് നല്ല ഐബ്രോ വന്ന പോലെ. ടാറ്റു ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നന്നായിട്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റിൽ അറിയിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.